Hi students, 6th semester BSc Mathematics, second paper ആണ് ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസസ്. ഇവിടെ 4 മോഡ്യൂളാണ് ഉള്ളത്. ആദ്യത്തെ 2 മോഡ്യൂൾ ഗ്രാഫ് തിയറിയും അവസാനത്തെ 2 മോഡ്യൂൾ മെട്രിക് സ്പേസസുമാണ്. സിലബസ് നിങ്ങൾ കണ്ടു കാണും. ഏറ്റവും വലിയ വിഷയമാണ്, അതായത് 6 hour per hour 108 മണിക്കൂറുള്ള സിലബസാണ് ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസസ് ഇൻ 6th semester. ഗ്രാഫ് തിയറിക്കകത്ത് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഗ്രാഫ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷന്, അതിൻ്റെ എഡ്ജ് സെറ്റ്, വെർട്ടെക്സ്, അങ്ങനെ പല ഡെഫിനിഷൻസ് ഉണ്ട്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് വരെയാണ്. ഗ്രാഫ് തിയറി സെക്കൻഡ് മോഡ്യൂളിനകത്ത് ട്രീസ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫ്, ഓയിലർ ടൂറ്, ചൈനീസ് പോസ്റ്റ്മാൻ പ്രോബ്ലം, അങ്ങനെ കാര്യങ്ങളാണ്. മൊഡ്യൂൾ 3 മെട്രിക് സ്പേസസിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും, ക്ലോസ് സെറ്റ്, ഓപ്പൺ സെറ്റ്, ക്യാൻഡർ സെറ്റ്. ഫോർത്ത് മൊഡ്യൂളിൽ കൺവാർജൻസ്, കംപ്ലീറ്റ്നെസ്, കണ്ടിന്യൂസ് മാപ്പിംഗ്. ഇവിടെ ബയസ് തിയറം ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാറ്റേൺ ഇങ്ങനെയാണ്. ഗ്രാഫ് തിയറി ആദ്യത്തെ 2 മോഡ്യൂളിൽ നിന്ന് എ പാർട്ടിയിൽ നിന്ന് 4-4, മെട്രിക് സ്പേസിൽ നിന്ന് 2-2. അതേപോലെ തന്നെ ബി പാർട്ടിൽ 2-3-2-2. എസ് ഐക്കകത്ത് ഓരോ മോഡ്യൂളിൽ നിന്ന് ഓരോ ചോദ്യം. ഓക്കെ, ഇപ്പോൾ CBCS സിലബസിൽ 2017 തുടങ്ങിയത്. 6th സെമ്മിൻ്റെ ആദ്യത്തെ പരീക്ഷ ഈ സിലബസിൽ നടന്നത് 2020 മാർച്ചിലാണ്. അപ്പോൾ 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതുപോലെ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നീ 3 സെക്ഷനുണ്ട്. പാർട്ട് എയിൽ 12 ചോദ്യം, പാർട്ട് ബിയിൽ 9 ചോദ്യം, പാർട്ട് സിയിൽ 4 ചോദ്യം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം: ഡിഫൈൻ എഡ്ജ് സെറ്റ് ഓഫ് എ ഗ്രാഫ്. വെൻ വിൽ യു സേ ദാറ്റ് 2 edges ആർ പാരലൽ ഇൻ എ ഗ്രാഫ്? ഒരു ഗ്രാഫിൻ്റെ എഡ്ജ് സെറ്റ് എന്താണ്, എപ്പോഴാണ് പാരലൽ എഡ്ജ് എന്ന് പറയുന്നത്? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഗീവ് 2 ഡിഫറെൻറ്റ് ഡ്രോയിങ്സ് ഓഫ് K33 വിച്ച് ആർ ഐസോമോർഫിക്. K33 എന്താണ്? കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. 3-3, അതായത് 3 വെർട്ടെക്സ് മേളിൽ, 3 വെർട്ടെക്സ് താഴെ. ഇവിടെ മേളിൽ വരച്ച ഓരോ വെർട്ടെക്സിൽ നിന്നും താഴെയുള്ള 3 വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്നു. അതേപോലെ തന്നെ താഴെയുള്ള ഓരോ വെർട്ടെക്സിൽ നിന്നും മേളിലുള്ള 3 വെർട്ടെക്സിലോട്ടും വരയ്ക്കുന്നു. ഓക്കെ, അത് 2 രീതിയിൽ ഐസോമോർഫിക് ആവുന്ന രീതിയിൽ വരയ്ക്കാനാണ്. മൂന്നാമത്തെ ചോദ്യം: ഡിഫൈൻ എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്, ഗീവ് ആൻ എക്സാമ്പിൾ. അപ്പോൾ മേളിൽ പറഞ്ഞ K33 ഒക്കെ നമുക്ക് പറയാം. ഡിഫൈൻ ആൻ എഡ്ജ് ഡിലീറ്റഡ് സബ് ഗ്രാഫ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഡിഫൈൻ എ ട്രീ, ഡ്രോ ഓൾ നോൺ ഐസോമോർഫിക് ട്രീസ് വിത്ത് 5 vertices. ഡിഫൈൻ കട്ട് വെർട്ടെക്സ് ആൻഡ് ഡ്രോ 1 എക്സാമ്പിൾ. ഡിഫൈൻ ആൻ ഓയിലർ ടൂർ ഓഫ് എ ഗ്രാഫ് G ആൻഡ് ആൻ ഓയിലർ ഗ്രാഫ്. Define Hamiltonian graph. Is K for Hamiltonian justify? Define usual metric on R. Define closed set in a metric space XD. Give an example of a sequence which is convergent but the underlying set do not have a limit point. Let X and Y be metric spaces and F be a mapping of X into Y. If xn converges x0 implies f of xn converges f of x0, then prove that f is continuous at x0. പാർട്ട് എയിലുള്ള ചോദ്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസസ് ഈ 2 ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ റിവിഷൻ എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Define eccentricity, diameter and radius of a connected graph G with vertex set V. Which simple graphs have diameter 1? Define adjacency matrix of a graph. Find the graph whose adjacency matrix is 3x3 matrix 1 2 1 2 0 0 1 0 0. What can you say about the graph if all the entries of the main diagonal are 0? Prove that an edge E of a graph G is a bridge if and only if is not a part of any cycle in G. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് അത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോഴും
അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചോദിക്കാം ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. Prove that a graph G is connected if and only if it has a spanning tree. Let G be a simple graph with n vertices and let U and V be non-adjacent vertices in G such that d of U plus d of V greater than or equal to n. Then prove that G is Hamiltonian if and only if G plus UV is Hamiltonian. Prove that every open sphere is an open set. Write a short note on boundary of a set. Define Cauchy sequence in a metric space. Prove that every convergent sequence is Cauchy. Give an example of a sequence which is Cauchy but not convergent. Let X be a complete metric space and Y be a subspace of X. Prove that Y is complete if and only if it is closed. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. പാർട്ട് സിയിലെ 4 ചോദ്യമാണുള്ളത്. State and prove first theorem of graph theory. Prove that in a graph G there is an even number of odd vertices. What is the smallest number of n such that the complete graph Kn has at least 500 edges? State and prove Whitney's theorem for two connected graphs. Let U and V be two vertices of a two connected graph. Then prove that there is a cycle passing through both U and V. Let A and B be two subsets of a metric space X. Then prove or disprove. Intersection of A. Interior of A intersection B equal interior of A intersection interior of B. Interior of A union B equal to interior of A union interior of B. Prove or disprove എന്ന. അപ്പോൾ ശരിയാണെങ്കിൽ പ്രൂവ് ചെയ്യുക, തെറ്റാണെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ എഴുതുക. Prove that interior of A is the union of all open sets in A. Prove that A is open if and only if A equal interior A. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ A is closed if and only if A equal A closure. അതും പഠിക്കണം. Last question. If sequence AN is a sequence of nowhere dense sets in a complete metric space X, then prove that there exists a point in X which is not in any of the ANs. State Bayes' theorem. Explain how it is related to the above result. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് വലിയൊരു സബ്ജക്റ്റാണ്. 2 മോഡ്യൂൾ ഗ്രാഫ് തിയറി, 2 മോഡ്യൂൾ മെട്രിക് സ്പേസ്. ഗ്രാഫ് തിയറിയുടെ പ്രത്യേകത ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. പാത്ത്, വാക്ക്, ട്രെയിൽ, ട്രീ, അങ്ങനെ ഇഷ്ടംപോലെ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഡെഫിനിഷൻ എഴുതി പഠിക്കുക. പിന്നെ എക്സാമ്പിൾ ഉള്ളതിൻ്റെ എല്ലാം ഓരോ എക്സാമ്പിൾസ് പഠിക്കുക. ഇതല്ലാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോംപ്ലിമെൻറ്റ് ഓഫ് എ ഗ്രാഫ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് പഠിക്കുക. അതേപോലെ തന്നെ മെട്രിക് സ്പേസിനകത്ത് മനസ്സിലാക്കി പഠിക്കുക. ഓപ്പൺ സെറ്റ്, ക്ലോസ് സെറ്റ്, ബൗണ്ടറി, അങ്ങനത്തെ കാര്യങ്ങൾ, കണ്ടിന്യൂറ്റി, കൺവർജൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 2020 മാർച്ച് നടന്ന 6th സെമസ്റ്റർ ഗ്രാഫ് തിയറി ആൻഡ് മെട്രിക് സ്പേസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ തന്നെത്താൻ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നന്നായിട്ട് പഠിക്കുക.